BEGC 113 വെയ്റ്റിംഗ് ഫോർ ഗോഡോട്ട് എന്ന പ്ലേ ആണ്. സാമുവൽ ബെക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോഡോട്ട് എന്ന ബ്ലോക്ക് 3 പ്ലേ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെയ്റ്റിംഗ് ഫോർ ഗോഡോട്ട് ഈസ് ആൻ അബ്സേർഡ് ഡ്രാമ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്. അപ്പം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത 2 ഡ്രാമാസിലും വ്യത്യസ്തമായിട്ട് ഈ ഡ്രാമേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു അബ്സേർഡ് ഡ്രാമയാണ്. അബ്സേർഡ് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫിനെ മീനിങ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയി ഇല്ലോജിക്കലായിട്ട് കാണിക്കുന്ന ഡ്രാമാസിനാണ് അബ്സേർഡ് ഡ്രാമ എന്ന് പറയാം. അതായത് അർത്ഥശൂന്യമായിട്ട് കാണിക്കുന്നത്. അതിനൊരു തുടക്കം ഉണ്ടാവില്ല, ഒരു മിഡിൽ ഉണ്ടാവില്ല, ഒരു എൻഡ് ഉണ്ടാവില്ല. ചിലപ്പം ക്യാരക്ടേഴ്സ് ഡയലോഗ്സും ആക്ഷൻസൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. Unlike traditional plays, it has no clear beginning, middle or end, and very little action take place. Instead of telling a conventional story, it explores philosophical ideas such as meaning of life, hope, loneliness, time and human existence. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിലോസഫിക്കൽ ഐഡിയാസിനെയാണ്. അതായത് ജീവിതത്തിൻ്റെ അർത്ഥം, പ്രതീക്ഷ, ഒറ്റപ്പെടൽ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇത് ഈ പ്ലേയിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹ്യൂമൻ ലൈഫ് വെൻ പീപ്പിൾ സ്പെൻഡ് ദർ ലൈഫ്സ് വെയിറ്റിംഗ് ഫോർ സംതിങ് ദാറ്റ് മേ നെവർ ഹാപ്പൻസ്. അതായത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളിങ്ങനെ കാത്തു നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്. അതായത് നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാകുന്ന പൈസ എത്രയും അങ്ങനെയൊക്കെ ഉണ്ടാവാനും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കിയാൽ സാമുവൽ ബെക്കറ്റ് വാസ് ആൻ ഐറിഷ് playwright, novelist, poet and theatre director. He is regarded as one of the greatest writers of the 20th century and a leading figure of the theatre of the absurd. His works explore themes such as existentialism, loneliness, suffering, uncertainty and the meaninglessness of life. His writing style is simple but deeply philosophical. And in 1969, he was awarded the Nobel Prize in Literature for his contribution to modern literature. അപ്പോൾ ഇതൊക്കെയാണ് ഓഥറിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ. ഇനി നമുക്ക് സ്റ്റോറീൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. വെയ്റ്റിംഗ് ഫോർ ഗോഡോട്ട് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഫ്രഞ്ച് in 1948-49 under the title An Attente Godot and was first performed in 1953. അപ്പോൾ ഈ പ്ലേ ആദ്യമായിട്ട് എഴുതുന്നത് 1948-49 കാലഘട്ടത്തിലാണ്. അതും ഫ്രഞ്ചിലാണ് എഴുതുന്നത്. ഇതാദ്യമായി എന്നാൽ പെർഫോം ചെയ്യുന്നത് 1953. The play was written after World War II, a period when many people had lost faith in traditional beliefs and questioned the purpose of life. Beckett reflected this uncertainty through 2 ordinary men who spent their days waiting for someone named Godot. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യൻ അനുഭവിച്ച ശൂന്യത, നിരാശ അല്ലെങ്കിൽ ജീവിതത്തിലൊരു അർത്ഥമില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് ഈ നാടകത്തിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയാം. ഇതിന് പരമ്പരാഗതമായിട്ടൊരു കഥയോ അല്ലെങ്കിൽ ഒരു നായകനോ വില്ലനോ ഒന്നുമില്ല. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെ പറ്റിയിട്ടും കാത്തിരിപ്പിനെയൊക്കെ പറ്റി ഒരു തരം ഡാർക്ക് ഹ്യൂമറിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാം 2 ആളുകൾ അവരുടെ എൻ്റയർ ലൈഫ്, അവരുടെ ജീവിതം മൊത്തം എല്ലാ ദിവസങ്ങളിലും ഗോഡോട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ സ്റ്റോറിയിൽ ആരാണ് ഗോഡോട്ടെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഇദ്ദേഹത്തെ ഒരു ഗോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോപ്പായിട്ട്, സക്സസ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഗോഡോട്ടിനെ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. സ്റ്റോറി മെയിനായിട്ട് നടക്കുന്നത് 2 ആക്റ്റായിട്ടാണ്. അതായത് 2 ആക്റ്റും ഏകദേശം സെയിം ആണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതാണ് ബ്രാക്കറ്റിൻ്റെ പോയിൻറ്റും. അപ്പം 1ാമത്തെ ആക്ട് നമുക്ക് നോക്കാം. ദ സ്റ്റോറി ബിഗിൻസ്. ദ പ്ലേ ഓപ്പൺസ് ഓൺ എ ലോൺലി കൺട്രി റോഡ്. അപ്പം കഥ ആരംഭിക്കുന്നത് ഒരു റോഡ് സൈഡിലാണ്. അവിടെ ഒരു ചെറിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ അവിടെ വെച്ച് 2 ട്രാംപ്സ്, നാടോടികളായ വ്ളാഡിമിറും ഈസ്ട്രഗണും കണ്ടുമുട്ടുകയാണ്. ഈസ്ട്രഗൺ തൻ്റെ ബൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. വ്ളാഡിമിർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും പരിചയപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ 2 പേരും ഗോഡോട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഓഡിയൻസിനോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനോ അറിയില്ല ഈ ഗോഡോട്ട് ആരാണെന്ന്. അങ്ങനെ അവർ സിംപ്ലി ബിലീവ് ചെയ്യാണ്. അതായത് ഇങ്ങനെ ഒരാൾ വന്ന് അവരുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ജീവിതം മാറ്റിമറിയും എന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെ അവർ കാത്തു നിന്ന് അവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചില സമയത്ത് അവർ തമാശ പറയും, ചില സമയത്ത് തർക്കിക്കുന്നു, ചില സമയത്ത് കാത്തു നിൽപ്പ് മതിയാക്കി തിരിച്ചു പോകുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ബട്ട് എവറി ടൈം ദേ ഡിസൈഡഡ് ടു ലീവ് ദേ റിമെയിൻ എക്സാക്ട്ലി വേർ ദേ ആർ ബിക്കോസ് ദേ ഫിയർ മിസ്സിങ് ഗോഡോട്ട്. പക്ഷേ എങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞാലും പിന്നെ അവർ തിരിച്ച് കൺക്ലൂഷനിലെത്തുക
പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോഡോട്ടിനെ കാണുന്നത് മിസ്സാവും എന്നുള്ളത്. അങ്ങനെ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഒരിക്കലും തീരാത്തൊരു വെയിറ്റിങ്ങിന് ആണ് എൻ്റെ പ്ലേ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലൊരു മാറ്റം വരുന്നത് കാണാം. പോസോ എന്ന് പറയുന്നതും ലക്കി എന്ന് പറഞ്ഞ 2 പേരും ഇവരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. പോസോ എന്ന് പറയുന്നത് ധനികനായൊരു ലാൻഡ് ഓണറാണ്. ലക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടിമയാണ്. ലക്കിനെ നമുക്ക് കാണാൻ പറ്റുന്നത് കഴുത്തിലൊരു കയറിട്ട് പോസോ ഒരു മൃഗത്തെ പോലെ, ഒരു അടിമയെ പോലെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ലക്കി ഇവരെ മുമ്പിലെത്തുന്നു. അങ്ങനെ വ്ളാഡിമിറിനും ഈസ്ട്രജനും ഈ കാഴ്ച കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പോസോ അങ്ങനെ ഇവരോട് പറയാണ് ലക്കീനെ ഇയാൾ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. കാരണം ലക്കി ഒരു ഉപയോഗം ഇല്ലാണ്ട് ഒരു യൂസ്ലെസ് തിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് വേണ്ട, അതുകൊണ്ട് അതിനെ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് പോസോ ലക്കീനോട് പറയാണ് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ. അങ്ങനെ ലക്കി അവരെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ അതിന് ശേഷം അവനൊരു സ്പീച്ച് പറയുന്നു. പക്ഷേ സ്പീച്ചിന് ഒരു ലോജിക്കൽ സെൻസും ഇല്ല, അതായത് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ ആ സീൻ വിട്ട് പോവുകയാണ്. അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്യണം അവരുടെ ജേണി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ചെറിയ കുട്ടി വരികയാണ്. ആ കുട്ടി ഗോഡോട്ടിൻ്റെ ദൂതനാണെന്ന് പറയുന്നു. ഈ ടെൽസ് വ്ളാഡിമിർ ദാറ്റ് ഹി വർക്ക്സ് ഫോർ ഗോഡോട്ട്. അങ്ങനെ ബോയ് പറയാണ് മിസ്റ്റർ ഗോഡോട്ട് ഇന്ന് വരില്ല, അദ്ദേഹം ഉറപ്പായിട്ടും നാളെ വരും. പക്ഷേ വ്ളാഡിമിർ അവനോട് തിരിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ അവൻ ഈ മെസ്സേജ് തന്നിട്ട് അവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ അവർ 2 പേരും പോകാൻ തീരുമാനിക്കുന്നു. പിന്നെയും അവിടെ തന്നെ കാത്തു നിൽക്കുന്നു. അങ്ങനെ കർട്ടൻ താഴുന്നു. ഇതാണ് 1ാമത്തെ ആക്ട്. ഇനി 2ാമത്തെ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ കാണിക്കുന്നു. കർട്ടൻ തുറക്കുമ്പോൾ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് സീന്. ആകെ ഒരു വ്യത്യാസം എന്നുള്ളത് അവർ ഇരുന്നിരുന്ന മരത്തിന് കുറച്ച് ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവർ 2 പേരും വ്ളാഡിമിറും ഈസ്ട്രഗനും തിരിച്ചെത്തി വീണ്ടും ഗോഡോട്ടിനെ കാത്തു നിൽക്കുകയാണ്. Again they pass time by talking, arguing, joking, remembering and forgetting. അങ്ങനെ ഈസ്റ്ററിന് മുമ്പ് നടന്ന പല കാര്യങ്ങളും, അതായത് തലേ ദിവസത്തെ പല കാര്യങ്ങളും ഓർമ്മ വരുന്നില്ല. പക്ഷേ വ്ളാഡിമിറിനെല്ലാം നല്ല ക്ലിയറായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട കഥാപാത്രമായ പോസോയും ലക്കിയും തിരിച്ചു വരുന്നു. പക്ഷേ അവർക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പോസോ കംപ്ലീറ്റ്ലി ബ്ലൈൻഡായി, കണ്ണ് കാണാതെ അന്ധനായി മാറി. അതുപോലെ ലക്കി ഹാസ് ബിക്കം മ്യൂട്ട്, സംസാരശേഷി ഇല്ലാതെ ലക്കിയുമായി. പോസോ കനോട്ട് ഈവൻ റിമെമ്പർ മീറ്റിംഗ് വ്ളാഡിമിർ ആൻഡ് ഈസ്ട്രഗൻ ഓൺ പ്രീവിയസ് ഡേ. പോസോയ്ക്ക് വ്ളാഡിമിറിനെയും ഈസ്ട്രഗനെയും, അതായത് നമ്മുടെ 2 നാടോടികളെ തലേ ദിവസം കണ്ടതായിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മ പോലും ഇല്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ പോസോ അറിയാതെ ഗ്രൗണ്ടിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇവരുടെ എല്ലാം സഹായത്തോടെ അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് സിംബലൈസ് ചെയ്യുന്നത് ഹെൽപ്ലെസ്നെസ്, നിസ്സഹായാവസ്ഥയാണ് മനുഷ്യൻ്റെ. അതുപോലെ പോസോയും ലക്കിയും അങ്ങനെ തിരിച്ചു പോവുകയാണ്. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും അന്ന് കണ്ട ബോയ് വരുന്നുണ്ട്. സെയിം പറയുന്നു, മിസ്റ്റർ ഗോഡോട്ട് വിൽ നോട്ട് കം ടുഡേ ബട്ട് ഹി വിൽ ഷുവർലി കം ടുമോറോ. അതിന് ഇന്ന് വരില്ല, പക്ഷെ അദ്ദേഹം നാളെ എന്തായാലും വരും. വ്ളാഡിമിറിന് ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ട്, കാരണം മെസ്സേജ് മാറുന്നില്ല, ഇത് തന്നെയാണ് തലേന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ അതും പറഞ്ഞ് നീങ്ങുന്നു. അങ്ങനെ രാത്രിയാവുന്നു. ഗോഡോട്ട് നെവർ അപ്പിയർ. വ്ളാഡിമിർ ആൻഡ് ഈസ്ട്രഗൻ again decided to move, but they do not move. The play ends with them still waiting. The final stage direction simply says they do not move. അങ്ങനെ രാത്രിയാവുന്നു. ഗോഡോട്ട് ഒന്നും വന്നിട്ടില്ല. അവർ പിന്നെയും തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷെ അവർ മൂവ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ കർട്ടൻ താഴുകയാണ്. അതായത് അവർ മൂവ് ചെയ്യുന്നില്ല, അവരിപ്പോഴും കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു ഫൈൻഡിങ്ങിലൂടെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. എന്താണ് ഈ എൻഡിങ് മീൻ ചെയ്യുന്നത്? ഗോഡോട്ട് ഒരിക്കലും വരുന്നില്ല. ഒരു ആൻസറും ഇല്ലാണ്ടാണ് ബെക്കറ്റ് ഈ സ്റ്റോറി പ്ലേ നിർത്തുന്നത്. എൻഡിങ് നമ്മളിങ്ങനെ ഈ എൻഡ്ലെസ് ആയിട്ടുള്ള വെയിറ്റിംഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫിനെ എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ ജീവിതം മൊത്തം വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സക്സസ്സിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി, അതുപോലെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി. അതുപോലെ ഒരുപക്ഷെ പലരും കാത്തിരിക്കുന്നുണ്ട് വിത്തൗട്ട് ടേക്കിംഗ് ആക്ഷൻ, അതായത് അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ കാത്തിരിപ്പ് മാത്രമായിട്ട് തുടരുന്നവരുണ്ട്. ദിസ് ദ പ്ലേ സജസ്റ്റ് ദാറ്റ് വെയിറ്റിംഗ് ഇറ്റ് സെൽഫ് ബിക്കംസ് എ വേ ഓഫ് ലൈഫ്. ഇതെന്തുകൊണ്ടാണ് വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് എന്ന് പറയാൻ കാരണം? ബിക്കോസ് എൻ്റെ പ്ലേ റിവോൾവ്സ് അറൗണ്ട് വെയിറ്റിംഗ്. ഗോഡോട്ട് ഒരിക്കലും വരുന്നില്ല, ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്, പർപ്പസ്, സാൽവേഷൻ, അങ്ങനെ എന്തൊക്കെയോ നമ്മളെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാളായിട്ടൊക്കെ അതിൽ സിംബലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്ലേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ഷുഡ് വി സ്പെൻഡ് അവർ ലൈഫ്സ് വെയിറ്റിംഗ് ഫോർ ചേഞ്ച് ഓർ ഷുഡ് വി ക്രിയേറ്റ് മീനിങ് ഫോർ അവർ സെൽഫ്? അതായത്
മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ലഭിക്കും എന്നുള്ളൊരു വ്യാമോഹത്തോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഈ നാടകം കാണിക്കുന്നതും അങ്ങനെയാണ്. അതായത് വ്ളാഡിമിറും എസ്ട്രഗണും ചെയ്തതുപോലെ വരാൻ സാധ്യതയില്ലാത്തൊരു ആൾക്ക് വേണ്ടി, അതായത് ഗോഡോട്ടിന് വേണ്ടി ജീവിതം മുഴുവൻ കാത്തുനിന്ന് പാഴാക്കാതെ ഞാൻ ആരാണ്, എനിക്കെന്താണ് ഈ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് എന്ന സാമുവൽ ബെക്കറ്റിൻ്റെ അബ്സേർഡ് പ്ലേയിലൂടെ മനസ്സിലാക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതുപോലെ സജഷൻസ് ഉണ്ടെങ്കിലും പറയുക, എനിക്കും ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.